എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചാനലിൽ പെന്തക്കോസ്ത് സമൂഹത്തിലെ യുവതലമുറയ്ക്കുണ്ടാകുന്ന ചില സാക്ഷ്യമില്ലായ്മകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു. ചില എണ്ണപ്പെട്ട കേസുകൾ മാത്രമാണ് ഞാൻ അന്ന് അവതരിപ്പിച്ചത്. എന്നാൽ പറയാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ട്. ഞാൻ ഈ സംഭവം ഈ ചാനലിൽ കൂടി പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് 1-2 കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സംഭവങ്ങൾ ഞാൻ ഇവിടെ പറയാതെ ഇരുന്നെങ്കിൽ എന്താണ് നേട്ടം? ആർക്കാണ് നേട്ടം? ഏതായാലും പെന്തക്കോസ്ത് സഭകൾക്കല്ല അതിൻ്റെ നേട്ടം. തൻ്റെ സാക്ഷ്യമില്ലായ്മയ്ക്ക് സഭ എന്തിന് ഉത്തരവാദിത്വം വഹിക്കണം? സഭാവിശ്വാസികൾ എന്തിനു മിണ്ടാതിരിക്കണം? തെറ്റുകൾ മറയ്ക്കപ്പെടുമ്പോൾ സഭയുടെ സാക്ഷ്യം ഇല്ലാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. യാഥാർത്ഥ്യം ഇതായിരിക്കെ മൂടിപ്പൊതിഞ്ഞു വെച്ച് ഇത് കൂടുതൽ വഷളാക്കണം. നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുപ്രശ്നമായി അവതരിപ്പിക്കപ്പെട്ടത് തന്നെ വിശ്വാസ സമൂഹം സത്വര ശ്രദ്ധ പതിപ്പിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ്. പഴയ കാലം പോലെയല്ല. നമ്മുടെ കുട്ടികൾ കേരളത്തിന് വെളിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ദൂരദേശങ്ങളിലേക്കും മറ്റും വിദ്യാഭ്യാസത്തിനായി കടന്നു പോകുന്നു. മാതാപിതാക്കളിൽ നിന്ന് വളരെ അകലെയാണവർ. സഭയുടെ ശ്രദ്ധ കിട്ടാറില്ല. ഒറ്റയ്ക്കുള്ള ജീവിതം, ഇതെല്ലാം മറ്റൊരു കാരണമാണ്. കഴിഞ്ഞ എപ്പിസോഡിന് സ്വാഗതാർഹമായ കമൻറ്റുകളാണ് ലഭിച്ചത്. ഈ വീഡിയോയിൽ ആ അഭിപ്രായത്തെ അംഗീകരിക്കുന്ന കമൻറ്റുകളാണ് ബഹുഭൂരിപക്ഷവും. എന്നാൽ എതിർക്കുന്ന ചില കമൻറ്റുകളും കണ്ടു. മറ്റ് സഭകളിൽ നിന്ന്, മതങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത് സഭയെ വ്യത്യസ്തമാക്കുന്നത് തന്നെ നമ്മുടെ പരസ്പര സ്നേഹവും കരുതലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ്. ഇന്നും അത്തരം സ്നേഹബന്ധവും വിശ്വാസവും നിലനിർത്തുന്ന സഭകളും വിശ്വാസികളുമുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷത്തിനും അത്തരം ബന്ധങ്ങൾ കൈമോശം വന്നുപോയി എന്ന് പറയാതെ തരമില്ല. പെന്തക്കോസ്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളിലേക്ക് നമുക്ക് തിരികെ നടക്കാം. ആ വീഡിയോയിലൂടെ ഞാൻ ചെയ്തത് ചൂണ്ടിക്കാണിക്കുകയും ആ വിഷയത്തെക്കുറിച്ച് ഒരവബോധം സമൂഹത്തിന് നൽകുകയും പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിന് നൽകുകയായിരുന്നു എൻ്റെ ഉദ്ദേശം. അതിൽ വന്ന ചില കമൻറ്റുകൾ ഇവിടെ വായിക്കാം. ഞാൻ എന്തു ഉദ്ദേശത്തിന് വേണ്ടി വീഡിയോ ചെയ്തു, അതിൻ്റെ ഫുൾ സ്പിരിറ്റിൽ എടുത്ത് ഒരു മറുപടി സാലി മാത്യു എന്ന ഐഡിയിൽ നിന്ന് കമൻ്റാണിത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻ്റായിരുന്നു അത്. പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ദൈവജനം ഉണർന്നു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള സമയം അതിക്രമിച്ചു. കർത്താവിൻ്റെ വര അടുത്തു. അതിനായി ഒരുങ്ങാം. മറ്റുള്ളവരെ കൂടി ഒരുക്കാം. സഭയെ സ്നേഹിക്കാം. മറ്റൊരു കമൻറ്റ്, 100% സത്യം, ഇന്നെല്ലാം കൈവിട്ടുപോയി. മറ്റൊരു കമൻറ്റ്, അത് ജോൺസൺ ദാനിയൽ എന്ന ഐഡിയിൽ നിന്നാണ്. എല്ലാം കൈവിട്ടുപോയി എന്ന് പറയുന്നത് ശരിയല്ല. ചില സംഭവങ്ങൾ അത്തരത്തിലുണ്ട്. ചിലരുടെ സാക്ഷ്യമില്ലായ്മ ഉണ്ട്. അതെല്ലാം പരിഹരിച്ചു പോകാനുള്ളത് വിശ്വാസികളുടെ ചുമതലയാണ്. സഭയെ സ്നേഹിക്കുന്നവരുടെ ചുമതലയാണ്. ജോസഫ് വർഗീസ് എന്ന ഐഡിയിൽ നിന്ന് മറ്റൊരു കമൻറ്റ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. പാസ്റ്റർമാർക്ക് സ്വന്തം മക്കളെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചു. പല പെൺകുട്ടികളും പല ആൺകുട്ടികളും തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്നു തുടങ്ങി അദ്ദേഹത്തിൻ്റെ മാനസിക ദുഃഖം. പരിശുദ്ധാത്മാവിനെ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല എന്നിങ്ങനെ പോകുന്നു. അടുത്ത കമൻറ്റ് ബെതേൽ എന്ന ഐഡിയിൽ നിന്നാണ്. മക്കൾക്ക് യേശുവിനെ കൊടുക്കുക. വചനം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അടുത്ത കമൻറ്റ് വായിക്കുമ്പോൾ സൺഡേ സ്കൂളിൻ്റെ കുഴപ്പമോ VBSൻ്റെ കുഴപ്പമോ അല്ല, ഉപദേശങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഒന്നുമല്ല. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആർക്കും സമയമില്ല. ഉപവാസം ക്രമീകരിക്കുമ്പോൾ കുട്ടികളെ ട്യൂഷൻ ക്ലാസ്സിന് പറഞ്ഞു വിടും. ഈ കമൻ്റ് എഴുതിയിരിക്കുന്നത് രചന അനിൽ എന്ന ഐഡിയിൽ നിന്നാണ്. വളരെ ശരിയാണ്. പ്രധാന നഗരങ്ങളിലൊക്കെ ഞായറാഴ്ച കുട്ടികൾ ആരാധനയ്ക്ക് പോലും പങ്കെടുക്കാതെ ട്യൂഷൻ ക്ലാസ്സുകൾക്കും എൻട്രൻസ് കോച്ചിങ്ങിനും വേണ്ടി പോകുന്ന ഒരു ശീലം ചില വർഷങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. VBS കുട്ടികളെ സ്വാധീനിക്കുന്നില്ല, അത് വെറുമൊരു പ്രോഗ്രാമാണ് എന്ന് റോഷൻ എന്ന ഐഡിയിൽ നിന്നൊരു കമൻറ്റ് വന്നിരുന്നു. VBSൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നുണ്ടോ? യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കുട്ടികളെ നടത്തുന്നുണ്ടോ എന്നതാണ്. വളരെ സീരിയസ് ആയി കുട്ടികളെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട സമയമാണ്. നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുവാൻ സൺഡേ സ്കൂളുകളിൽ സാക്ഷ്യമുള്ള ടീച്ചർമാർ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്കവർ മാതൃകയായിരിക്കണം. ഇന്ന് പഠിപ്പിച്ചിട്ട് നാളെ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി മറ്റു മതങ്ങളിലേക്ക് പോകുന്നയാൾ ആയിരിക്കരുത് സൺഡേ സ്കൂൾ ടീച്ചർ. അവരെ നിരന്തരം നിരീക്ഷിച്ച് യഥാർത്ഥ സാക്ഷ്യം നിലനിർത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊരഭിപ്രായം മരിയ മേരി എന്ന ആളിൽ നിന്നാണ്. സഭയുടെ ഇന്നത്തെ പുതുതലമുറയുടെ പോക്കിനെക്കുറിച്ചാണ്. വളരെ ഭയാനകമായ പോക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. മിക്കവാറും ബഹുഭൂരിപക്ഷം കമൻറ്റുകളും നമ്മുടെ സഭയിലെ കുട്ടികൾക്ക് അവർ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന വഴികളിൽ അവർക്ക് ഉപദേശം കിട്ടുന്നില്ല എന്നതാണ്. അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ആളില്ല.
സഭയിൽ ഉപദേശം പഠിപ്പിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെയാണ് ഈ കമൻറ്റിൽ കണ്ടത്. ഏതായാലും ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. സഭയുടെ ഇന്നത്തെ പോക്കിൽ വേവലാതി കൊള്ളുന്ന ഒരു നല്ല ശതമാനം വിശ്വാസികൾ ഇന്ന് ഉണ്ട് എന്നതാണ്. അവർ വിശുദ്ധിയില്ലായ്മയെ നിരന്തരം എതിർക്കുന്നു. പഴയ അനുഭവത്തിലേക്ക് സഭ കടന്നു പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത് സഭകൾക്ക് ലോകത്ത് മാറിയ സാഹചര്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതും മനസ്സിലാക്കി നാം ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ദൈവം സഹായിക്കട്ടെ. വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം നൽകുന്ന ഒരു സഭാ സമൂഹമായി നിലനിൽക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയ വിഷയവുമായി വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം.